നമസ്കാരം. നവംബറിൻ്റെ കുളിരിലേക്ക് പ്രകൃതി മാറി. കുളിര് കണക്കിലെടുക്കാതെ തന്നെ വാർത്തകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചു. 25 ലക്ഷത്തോളം വോട്ടുകളാണ് ഹരിയാനയിൽ വ്യാജമായി ഉള്ളത് എന്ന ആരോപണവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. ഇതെല്ലാം ശുദ്ധ അസംബന്ധമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. സുപ്രീം കോടതി നിർണായകമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. തെരുവിൽ നിന്നും എല്ലാ തെരുവ് നായ്ക്കളെയും നീക്കണമെന്നായിരുന്നു ആ ഉത്തരവ്. ഈ ഉത്തരവ് അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല, വീണ്ടും തെരുവ് പട്ടികൾ ആക്രമിച്ചുകൊണ്ടിരുന്നു. കൊല്ലത്തും ആലപ്പുഴയിലും നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. കുഞ്ഞിനെ കിണറ്റിലിട്ട് അമ്മ കൊന്നു. മറ്റൊരു കുഞ്ഞിനെ മുത്തശ്ശി കഴുത്തറുത്തു കൊന്നു. ട്രെയിനിലുമുണ്ടായി വലിയൊരു അതിക്രമം. ശ്രീകുട്ടി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നതും ഈ ആഴ്ചയിലാണ്. ഗാസ ഇസ്രായേൽ യുദ്ധഭൂമിയിൽ വീണ്ടും വെടിയൊച്ചകൾ മുഴങ്ങിക്കേട്ടു. മംദാനി ന്യൂയോർക്കിൻ്റെ മേയറായി. ഇങ്ങനെ നിരവധി വാർത്തകളിലൂടെയാണ് ഈ ആഴ്ച കടന്നുപോയത്. ഇതിൽ നമ്മളെ സ്പർശിച്ച ആ വാർത്ത ഏതായിരിക്കും? നമ്മളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ആ വാർത്ത ഏതാണ് എന്ന് കണ്ടെത്തുകയാണ് ഈ പരിപാടിയിലൂടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം ഗ്ലസീനയിലേക്കാണ്. ഗ്ലസീന, കഴിഞ്ഞ ആഴ്ച നിരവധി വാർത്തകളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തത്. ഇതിൽ ഗ്ലസീനയെ സ്പർശിച്ച ആ വാർത്ത ഏതായിരുന്നു? ഈ കഴിഞ്ഞ ആഴ്ചയിൽ കടന്നുപോയതിൽ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു വാർത്ത അല്ലെങ്കിൽ ശ്രദ്ധിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് വേണുവിൻ്റെ മരണമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊല്ലം പത്മന സ്വദേശിയായിട്ടുള്ള ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള 48 വയസ്സുകാരൻ മരിച്ച ആ വാർത്ത തന്നെയാണ്. അത് ശ്രദ്ധിക്കാനുള്ള ഒരു കാരണം തുടരെയായി മെഡിക്കൽ കോളേജുകളെക്കുറിച്ച് കംപ്ലൈൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാര്യം നമ്മുടെ സംസ്ഥാനം ആരോഗ്യ കേരളം അല്ലെങ്കിൽ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുന്നിടത്താണ് വീണ്ടും തുടർച്ചയായിട്ടുള്ള അനാസ്ഥകൾ ഉണ്ടാവുന്നത്. ഇത് ഒരു കംപ്ലൈൻ്റായിട്ട് പുറത്തേക്ക് വരുന്നത് വേണുവിൻ്റെ ശബ്ദ സന്ദേശം, സുഹൃത്തിനയച്ച് ശബ്ദ സന്ദേശം പുറത്തേക്ക് വന്നതോടുകൂടിയാണ്. എൻ്റെ മരണത്തിന് കാരണം ഈ ആശുപത്രിയിലെ ഡോക്ടർമാരായിരിക്കും, എനിക്ക് നായകൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന പോലും തന്നില്ല എന്ന് പറയുന്നത് കേരള മനസാക്ഷിയെ മൊത്തത്തിൽ സങ്കടത്തിലാക്കിയ ഒരു കാര്യമാണ്. ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അതിസാധാരണക്കാർക്ക് ആശ്രയം ഉള്ള ഒരു കേന്ദ്രം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ആൻജിയോഗ്രാം ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഡോക്ടർ നിർദ്ദേശിച്ചിരുന്ന ആൻജിയോഗ്രാം 6 ദിവസമായിട്ടും എടുത്തില്ലെന്നും അതുകൊണ്ട് എനിക്കൊരു നായയുടെ പരിഗണന പോലും തന്നില്ലെന്നും ഞാൻ മരിച്ചാൽ ഉത്തരവാദി അതിൽ ഇവിടുത്തെ ഡോക്ടർമാരും നേഴ്സുമാരും ആയിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ശബ്ദ സന്ദേശം. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇല്ലാതായിപ്പോയത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് നമ്മൾ ഓരോ ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോഴും കാരണങ്ങൾ കണ്ടുപിടിക്കലാണ്. പക്ഷേ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഒരു കുടുംബത്തിൻ്റെ അത്താണി ഇല്ലാതായി. എന്തുകൊണ്ടാണ്? നമുക്കൊരു സിസ്റ്റത്തെ മൊത്തമായിട്ട് കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല. നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും ഹാർട്ട് മാറ്റിവെക്കുന്ന ഓപ്പറേഷൻ ആയിക്കോട്ടെ, സ്കിൻ ഓപ്പറേഷൻ, അങ്ങനെ ഒത്തിരിയധികം വേൾഡിൽ തന്നെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഡോക്ടർമാർ നമ്മുടെ അടുത്തുണ്ട്. പക്ഷേ അവർക്കെല്ലാം അപവാദം ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ തുടരെ ഉണ്ടാകുന്ന സംഭവങ്ങൾ സർക്കാർ കാര്യമായി എടുക്കേണ്ടത് തന്നെയാണ്, കർശനമായി എടുക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എണ്ണിപ്പറഞ്ഞ മെഡിക്കൽ കോളേജുകളാണ് ഉള്ളത്. കോഴിക്കോട്, അതേപോലെ കോട്ടയം, തിരുവനന്തപുരം എന്നാണ്. പക്ഷേ ഇവിടേക്ക് നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ വെറും നിലത്ത് ആളുകൾ തുണിയോ അല്ലെങ്കിൽ പായോ വിരിച്ച് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സങ്കടം വന്നു വരും. ഒരു മനുഷ്യായുസിൽ ഒരുത്തിന് എത്ര വേണേലും അഹങ്കരിക്കാം. പക്ഷേ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി അവൻ്റെ അഹങ്കാരം പൂർണ്ണമായിട്ടും ഇല്ലാതാകും. കാരണം അത്രത്തോളം ദുരവസ്ഥയാണ് ഓരോ മെഡിക്കൽ കോളേജുകളിലും നമുക്ക് കാണാൻ കഴിയുക. ഈ വേണുവിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. അത് മാത്രമല്ല, വേണുവിൻ്റെ ഭാര്യ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം ഓരോ വാതിലുകളും പോയി മുട്ടി, എന്നിട്ടും ഒരു ഡോക്ടർമാരോ ഒരു നേഴ്സുമാരോ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങളോട് വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറുന്ന രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റങ്ങൾ ഉണ്ടായത്. എന്തായാലും എനിക്ക് നഷ്ടപ്പെട്ടത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി എനിക്ക് തിരിച്ചു ലഭിക്കില്ല. പക്ഷേ ഇത് ആരുടെ അനാസ്ഥയാണോ അവർ ഉത്തരം പറയണം എന്ന് തന്നെയാണ് അവരുടെ ഭാര്യ സിന്ധു പറയുന്നത്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ജോണേ, നമ്മുടെ ഈ ആശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 1-ാം നമ്പർ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് ആവശ്യപ്പെടും. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി, ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് എല്ലാം കൂടി കൂട്ടിവെക്കുകയാണെങ്കിൽ നിരവധി വോളിയം ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് കൊണ്ടൊക്കെ ഒരു പരിഹാരമാവുമോ? ഇല്ല, തീർച്ചയായിട്ടും ഒരു പരിഹാരമാവില്ല.
റിപ്പോർട്ട് എന്ത് വേണ്ടിയിട്ടാണ്, റിപ്പോർട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു നിരീക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ സമ്മറിയാണ് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനനുസരിച്ച് പ്രവൃത്തി വന്നാലാണ് അതിൽ ഒരു സമ്പൂർണ്ണ ആ റിപ്പോർട്ടിനുള്ളൊരു വില അങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ഞാനൊരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന് സമർപ്പിച്ച ആ റിപ്പോർട്ട് വായിക്കുന്ന ആൾ അത് വായിച്ചിട്ട് അതിനൊരു തീരുമാനമെടുത്ത് അത് പ്രാവർത്തികമാക്കിയാലാണ് അതിനൊരു കംപ്ലീഷൻ വരും. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സാധാരണ പല രാഷ്ട്രീയക്കാരും ചെയ്യുന്നത് പോലെ ഈ കളിപ്പീരായിരിക്കും, അല്ലെങ്കിൽ ഫ്രോഡ് കളിക്കുന്ന പരിപാടിയാണ്. അത് ജനങ്ങൾക്ക് കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്. ജനങ്ങളിൽ രാഷ്ട്രീയത്തിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം ഞാൻ പറയുകയാണ്, ചില ഈ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി വളരെ അവസ്ഥയിലാണ്. എനിക്ക് തോന്നുന്നു മിക്ക മെഡിക്കൽ കോളേജ്, ഐ മീൻ ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജസിൻ്റെ അവസ്ഥകളൊക്കെ ഭയങ്കര പരിതാപസ്ഥയിലാണ്. പക്ഷെ അതേസമയം ഈ സാധാരണ ഹോസ്പിറ്റലുകൾ, ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ, ഈ നമ്മുടെ പഞ്ചായത്തിലുള്ള ഹോസ്പിറ്റൽ, അതൊക്കെ ഇപ്പോൾ ഈ കുറച്ച് നാളൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് അവർ നടത്തി വരുന്നുണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജാണ് അതേസമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്ലേസ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ്. അപ്പോൾ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന ആൾക്കാർ ചികിത്സ, സാധാരണ കൂടുതൽ അവിടെ എത്തുന്നത് ഈ പറയുന്ന കൂടുതലും ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സുള്ള ആൾക്കാരാണ്. കുറച്ച് കൂടുതൽ ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഫെസിലിറ്റീസ് അവർ കണ്ടെത്താൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്, ഒരു രാഷ്ട്രത്തിൻ്റെ ഈ നിയമം ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്, അതിൻ്റെ അല്ലെങ്കിൽ സമ്പദ്ഘടന ആർക്ക് വേണ്ടിയിട്ടാണ്, ഏറ്റവും പൂറസ്റ്റ് മനുഷ്യനെ മുന്നിൽ കണ്ടിട്ട് വേണം അതിൻ്റെ നിയമഘടന അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ നിയമനിർമ്മാണമൊക്കെ കാറ്റിൽ പുറത്താണ് ചെയ്യുന്നത്. അതേസമയം ഇവിടെയുള്ള പല മന്ത്രിമാരും വിദേശത്ത് പോയിട്ട് അവരുടെ സുഖ ചികിത്സ നടത്തി. ഒരു നമ്മൾ ഒരു ഏകപക്ഷീയമായിട്ട് പറയുകയെന്ന് നമ്മൾ പ്രേക്ഷകർക്കും തോന്നരുത്. അതിൽ ഒരു ദേശീയ നയത്തിൽ ഒരു തിരുത്തൽ കൊണ്ടുവരേണ്ടത് അനിവാര്യതയാണ്. 10 ലക്ഷം ജനങ്ങൾക്ക് 100 MBBS ഡോക്ടർമാരാണ് ഇപ്പോൾ വരെയുള്ള ഒരു ദേശീയ നയം. അപ്പോൾ നമ്മുടെ ജനസംഖ്യാനുപാതത്തിനനുസരിച്ച് നമ്മൾക്ക് ഡോക്ടേഴ്സോ ഫെസിലിറ്റീസോ ഉണ്ടാവുന്നില്ല എന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. തീർച്ചയായും അതുകൊണ്ടാണ് വരുന്ന 13-ാം തീയതി മുതൽ ഡോക്ടർമാർ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് നീക്കുകയാണ്. ഇപ്പോഴും തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇനി ഡോക്ടേഴ്സിന്റെ പണിമുടക്ക് കൂടി വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു ദുരിതം തന്നെയായിരിക്കും അല്ലേ? അതെ റോജി, സാധാരണഗതിയിൽ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ഡോക്ടർമാരെ അന്വേഷിച്ച് മെഡിക്കൽ കോളേജിൽ കാണാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഒന്നില്ലെങ്കിൽ ലീവിലായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഉള്ള ഡോക്ടർമാർ അവിടെ നിന്ന് മാറി അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കൺസൾട്ടേഷന് മാറിപ്പോകുന്ന അവസ്ഥകളും നമ്മളുടെ ഈ മെഡിക്കൽ കോളേജുകളിലുണ്ട്. അപ്പോൾ പിന്നെ അവരിനി പണിമുടക്കിലേക്കും കൂടി കടന്നു കഴിഞ്ഞാൽ രോഗികൾ വല്ലാത്ത വലഞ്ഞു പോകും. കാരണം ഏറ്റവും സാധാരണക്കാരായ ആളുകളാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. എന്തെങ്കിലും ഒരു നിവർത്തികേടിന്റെ അവസ്ഥയിൽ നിൽക്കുന്നവര്, ഒരു തരത്തിലും പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ആളുകളാണ് മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി പോകുന്നത്. അതിപ്പോൾ ഈ മെഡിക്കൽ കോളേജുകളിൽ ഭയങ്കര ആളുകളുടെ ബാഹുല്യം കാരണമാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഈ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡോക്ടർമാർ ഉണ്ടാവാത്ത ഒരു അവസ്ഥയാണ്. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുണ്ട്. മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉണ്ട്. അങ്ങനെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ഉണ്ട്. പക്ഷേ ഇവിടെയൊന്നും വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരെ ആളുകൾ വരിക, അതായത് കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത്. ഈ വർക്കല ഭാഗങ്ങൾ മുതൽ അങ്ങോട്ട് കൊല്ലം ജില്ലയിൽ നിന്ന് ഉൾപ്പെടെ ഉള്ള ആളുകളെല്ലാം തിരുവനന്തപുരം ജില്ലയിലേക്ക് നമ്മളുണ്ട്. പന്മന സ്വദേശിയാണ് തിരുവനന്തപുരത്തേക്ക് പോയത്. കൊല്ലത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ സർക്കാർ ചെയ്യേണ്ടത് ഈ മെഡിക്കൽ കോളേജിൽ ആവശ്യമുള്ള ഡോക്ടർമാരെ നിയോഗിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. അതാത് ജില്ലകളിലുള്ള മെഡിക്കൽ കോളേജിനെ പരിപാലിക്കുകയും അവിടെ കൂടുതൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ നിയമിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ ആൾക്കാരുടെ ബാഹുല്യം മറ്റ് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് കൂടുതൽ ചികിത്സിക്കാനും കഴിയും. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞത് എല്ലാ രോഗികളും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്, പക്ഷേ എത്രത്തോളം രോഗികളാണ് കടന്നു വരുന്നത് എന്നറിയില്ല. അപ്പോൾ പറ്റുന്ന ചില പിഴവുകൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. എത്ര ആളുകളാണ് നിരന്തരം വരുന്നത്. ഇപ്പം വേണുവിൻ്റെ ഭാര്യ സിന്ധു പറഞ്ഞൊരു കാര്യമാണ്, അത്രയും വയ്യാതിരുന്ന വേണുവിനെ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കിടക്കാനൊരു സ്ഥലമില്ല. ബെഡിൻ്റെ നമ്പറൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കിടക്കാൻ സ്ഥലമില്ല. അവർ ആ വരാന്തയിൽ ഒരു തുണി വിരിച്ച് കിടക്കുകയായിരുന്നു. ശരിക്കും വേണുവിൻ്റെ മരണം നമ്മളുടെ മനസ്സിൽ അത്രയും കൂടുതൽ ടച്ച് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആ ശബ്ദ സന്ദേശം തന്നെയാണ്. ആ പുള്ളി വേണു ഭാര്യയോട് പറഞ്ഞു, എനിക്ക് 2 പെൺമക്കളാണ്, എൻ്റെ മക്കളെ നോക്കിക്കോണേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വൈകാരികമായ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായതൊക്കെയായി ഭാര്യ സിന്ധു പിന്നീട് പറയുന്നുണ്ട്. ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അഴിമതിയും കൈക്കൂലിയും ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് എന്ന വലിയൊരു വെളിപ്പെടുത്തലും കൂടി നടത്തി എന്നുള്ളതാണ്. വല്ലാണ്ട് മനസ്സിനെ
ടച്ച് ചെയ്യുന്ന ഒന്ന് തന്നെയായി മാറി. അത് ഒരിക്കലും ഒരാൾക്കും ചികിത്സ നിഷേധിച്ചുകൊണ്ട് ഒരു മരണം സംഭവിക്കാൻ പാടില്ല. കാരണം കേരളത്തിലെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് 1-ാം സ്ഥാനത്താണ്, 1-ാം നമ്പറാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതേപോലെ ഒരു മരണമുണ്ടാകുന്നത് ആരോഗ്യരംഗത്തെ ആകമാനം താഴേക്ക് കൊണ്ടുപോകുന്ന ഒന്നായി മാറുകയാണ്. എന്തായാലും നീറ്റിലൂടെ മാത്രമാണ് ഈ വാർത്ത എല്ലാവർക്കും കേൾക്കാൻ കഴിഞ്ഞത്. ജോണിലേക്ക് വരികയാണെങ്കിൽ, ജോൺ, എന്താണ് ജോണിനെ സ്പർശിച്ച വാർത്ത? എന്നെ സ്പർശിച്ച ഏറ്റവും വലിയൊരു വാർത്ത ഈ 2 ആഴ്ചകളായിട്ടുള്ളത് സുഡാനിലെ ഏറ്റവും വലിയൊരു ആഭ്യന്തര കലാപമാണ്. അപ്പോൾ അതിന് ഇന്നലെ ഒരു ലൈഫ് ഡേ എന്ന് പറഞ്ഞൊരു പത്രം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പത്രത്തിൽ വന്നൊരു വാർത്ത എന്ന് പറയാണ്, കൊല്ലുക എന്നതാണ് എൻ്റെ ജോലി. അവിടെ RSF എന്ന് പറഞ്ഞാൽ ഇവരുടെ വിമതസേന എന്ന് പറയും. അതായത് സുഡാനിലെ SAF ആണ് അവിടുത്തെ പ്രധാന സൈനികർ, അതിൻ്റെ വിമതസേനയാണ് RSF. അപ്പോൾ ഇവർ പറയാണ്, ഇവരിലെ ഒരാൾ പറയാണ്, ഒരു കമാൻഡർ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ഒരു സൈനികൻ പറയാണ്, കൊല്ലുക എന്നതാണ് എൻ്റെ ജോലി. എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട ഒരു വൃദ്ധൻ വയലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ കുറേ മൃതശരീരങ്ങളുണ്ട് അതിന് ചുറ്റും. അങ്ങനെ അതിന് നടുവിൽ ഇങ്ങനെ വെളുത്ത ഒരു ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കൊല്ലലേ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാണ്. ഇങ്ങനെ കുറേ പേരെ കൊല്ലുകയാണ്. കൊന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്ര പേരെ കൊന്നു, ഞങ്ങൾ 2000 പേരെ കൊന്നു, ഞങ്ങളൊരു ഇത്ര ചില ആൾക്കാരെ കൊന്നു എന്ന് പറഞ്ഞൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പൈശാചികമായൊരു സന്തോഷത്തോടെ ഈ സുഡാനിലെ RSF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഈ വിമത സൈനിക വിഭാഗം, ആ പ്രത്യേകിച്ച് അൽഫാഷിർ ആ സ്ഥലമാണ് കൂടുതൽ അവർ കേന്ദ്രീകരിച്ച് ഈ കഴിഞ്ഞ 2025 ഒക്ടോബർ 26 ആ സ്ഥലം അവർ മൊത്തം പിടിച്ചടക്കിയത്. അപ്പോൾ സാറ്റലൈറ്റ് ചിത്രങ്ങളെ പറ്റി ഒരു പക്ഷേ മിക്ക എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് സാറ്റലൈറ്റിൻ്റെ ചിത്രങ്ങളിലൊക്കെ ഈ പറയുന്ന രക്തക്കറ പുരണ്ട സ്ഥലങ്ങൾ, അതായത് ഫീൽഡുകൾ, പാടങ്ങൾ, ഈ പറയുന്ന ചേരികൾ, നിരത്തുകൾ, പുരണ്ട സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അത്രത്തോളം കലുഷിതമായ സാധാരണക്കാരുടെ നിണമൊഴുകിയ ഒരു പ്രദേശമായിട്ട് ഈ സൗത്ത് സുഡാനിലെ സ്ഥലങ്ങളൊക്കെ മൊത്തം മാറി എന്നുള്ളതാണ് ഇത്ര വലിയ കാര്യം. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇവർ പറയുന്നത്, RSF പറയുന്നത്, ഒന്ന് അവർക്ക് ഈ ഭരണം പിടിച്ചെടുക്കുക, 2 ട്രൈഡ് റൂട്ട് ഇവർക്ക് കരസ്ഥമാക്കുക, പിന്നെ 3 അവിടുത്തെ ഈ എത്നിക് ആയിട്ടുള്ള ആൾക്കാരെ ക്ലെൻസ് ചെയ്യുക. എത്നിക് ആക്കാന്ന് പറഞ്ഞാൽ അവർ ഗോത്ര വിഭാഗങ്ങളുണ്ട്, പ്ലസ് ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നോൺ അറബ് ക്രിസ്ത്യൻസും ഉണ്ട്, അറബ് ക്രിസ്ത്യൻസും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ അവിടെ നിന്ന് എത്നിക്കലി ആ സ്ഥലത്ത് നിന്ന്, അതായത് സുഡാൻ എന്ന സ്ഥലത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് അവരുടെ ജോലി എന്നാണ് പറയുന്നത്. യാതൊരു കരുണയും അവർക്കില്ല. അതായത് എന്താ പറയുക, ഈ മനസാക്ഷി കത്തി കരിഞ്ഞു എന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. യാതൊരു കരുണയില്ല. ഇവർ കൊന്നു കഴിഞ്ഞാൽ, ഈ പറയുന്ന 10-15 പേരെ കൊന്നു കഴിഞ്ഞാൽ ഇവർ ആഘോഷിക്കുകയാണ്. അതേസമയം ശരിക്കും ഈ സുഡാൻ എന്ന് പറയുന്നത് ഗോൾഡ് ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ ആളുകളെല്ലാം പട്ടിണി പാവങ്ങളാണ്. അപ്പോൾ ഈ ഗോൾഡ് ആര് എടുക്കണം, ഇതിൻ്റെ അധിപൻ ആരായിരിക്കണം എന്ന വല്ലാത്ത രീതിയിലുള്ള ഒരു ചിന്തയും ഈ ആക്രമണങ്ങൾക്കൊക്കെ കാരണമായി മാറുകയല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാധനമുണ്ട്. അതാണ് ട്രൈഡ് റൂട്ടിൻ്റെ ഒരു കാര്യം പറഞ്ഞത്. ഈ ട്രൈഡ് റൂട്ട് ഈ പറയുന്ന RSFന് കിട്ടി കഴിഞ്ഞാൽ ഈ RSF തീരുമാനിക്കും എങ്ങനെയാണ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് ഇവർ കൊണ്ടുവരിക. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നാട് നന്നാക്കണം എന്നല്ല ഇവരുടെ ഉദ്ദേശം. ഇവിടെ ലക്ഷ്യം എന്താണ്, ഈ ഭരണം പിടിച്ചെടുക്കുക, ഇവരുടെ സൈനികർക്കോ ഇവരുടെ കാര്യങ്ങൾക്കോ നടത്തിക്കൊണ്ട് പോവുക. അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർ എപ്പോഴും പാവപ്പെട്ടായി, അത് ലോകത്തെ എല്ലാ സ്ഥലത്തും കാണുന്നതാണ്. പാവപ്പെട്ടായ ആൾക്കാർ പാവപ്പെട്ട എല്ലാ രീതിയിലും അങ്ങനെ തന്നെയാണ്. അത് സുഡാനിലെ ഒരു അവസ്ഥ, ഒരു ആഭ്യന്തര കലാപം, അത് മാറണമെങ്കിൽ സുഡാനിലെ ആൾക്കാർ വിചാരിച്ചത് മാറില്ല. കാരണം സുഡാനിലെ SAF എന്ന് പറഞ്ഞാൽ സുഡാനിലെ സൈന്യത്തിന് അതേ തുല്യത, ഇക്വൽ ആയിട്ടുള്ള അതേ സൈനിക ബലം തന്നെ RSFനുണ്ട്, വിമത സൈനികത്തിനുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ക്ലാഷാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി, ഞാൻ പറയുകയാണ്, ഒന്നില്ലെങ്കിൽ US, റഷ്യ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ വന്ന് അവിടെ സൈനിക താവളം അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈനിക ഒരു മേധാവിത്വം വന്നാൽ മാത്രമാണ് സുഡാനിലെ അവസ്ഥകൾക്ക് മാറ്റം വരും. അതെന്തായാലും അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ RSFലേക്ക് ഒരുപാട് സൈനികരെ ചേർത്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സൈനിക ശക്തിയേക്കാൾ വലിയൊരു ശക്തിയായി മാറി RSF എന്ന് പറയുന്നത്. ഇനി RSF തീരുമാനിക്കും ആര് ഭരിക്കണം, അല്ലെങ്കിൽ ആരായിരിക്കണം ഈ സുഡാനിൽ മേധാവിത്വം പുലർത്തേണ്ടത് എന്നൊക്കെ. ജോൺ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെയേറെ പേടിപ്പെടുത്തി. കാരണം എൻ്റെ ജോലി എന്ന് പറയുന്നത് കൊല്ലുക എന്നുള്ളതാണ്. ലോകം എങ്ങോട്ടായി പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ സുഡാനിൽ നമ്മൾ ആദ്യം കേട്ടിട്ടുള്ളത് ഒരു വംശീയ കലാപത്തെക്കുറിച്ചല്ല, അവിടെ ഉണ്ടായ ക്രിസ്ത്യൻസിന് നേരെ ഉണ്ടാവുന്ന ആക്രമണങ്ങളെക്കുറിച്ചാണ്. ആദ്യമൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള എത്നിക് നേറ്റീവ്സിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി
എന്താ പറയുക കൊന്നുകളയുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീടാണ് അതൊരു വംശീയ കലാപത്തിലേക്ക് മാറുന്നതും അവർ വിമതർ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി എല്ലാവരെയും കൊന്നുകളയുന്ന ഒരു രീതിയിലേക്ക് മാറുന്നു. അപ്പോഴാണ് അത് ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായതും അപ്പോഴാണ്. ഒരു വംശീയ കലാപത്തിലേക്ക് അല്ലെങ്കിൽ വിമതർ അധികാരം പിടിച്ചെടുക്കുന്നു എന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ്. ഇപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലും ഏതാണ്ട് അങ്ങനെയാണ്. ബലൂചിസ്ഥാൻ ആർമി വരുന്നു, അവരും പാകിസ്ഥാൻ ആർമീസുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അതിന് വിദേശ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. വെച്ചാൽ ബലൂചിസ്ഥാൻ ആർമി IS-ഉമായിട്ട് ഉള്ള തെളിവ് ഇല്ലാത്തത് കൊണ്ട് അവരെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നാണ് UN പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. പക്ഷേ അവർ ചെയ്യുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും വിമതർ ഇങ്ങനെയൊരു ആർമീസ് ഉണ്ടാവുന്നതും അവരധികാരത്തിലേക്ക് വരുന്നതും ഇതവിടെയല്ലേ അതിവിടെയല്ലേ എന്ന് നമ്മൾ പറയുന്നത് തീർത്തും എന്താ പറയുക വിഡ്ഢിത്തരമാണ്. എന്നുവെച്ചാൽ ഓരോ സ്ഥലങ്ങളിൽ വരുമ്പോഴും നമ്മളതിനെ ലാഘവത്തോടെ കാണുന്നത് കൊണ്ടാണ് അടുത്തടുത്ത രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അങ്ങനെയുള്ള ഒരു ആർമി ഒരു സംഘടന ഉണ്ടാകാനുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നതും അത് ലോകരാഷ്ട്രങ്ങൾ വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇതെല്ലാം ഇപ്പം നമ്മൾ മഹാന്മാരുടെ കോട്ടിങ്സ് എടുത്ത് ആദ്യം അവർ യഹൂദരെ തേടി വന്നു, ഞാൻ മിണ്ടിയില്ല. പിന്നെ അവർ ഗ്രീക്കുകാരെ തേടി വന്നു, ഞാൻ മിണ്ടിയില്ല. അവസാനം അവർ എന്നെ തേടി വന്നു, അപ്പോൾ എനിക്ക് വേണ്ടി മിണ്ടാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞൊരു രീതിയിൽ വരും. ഇതെല്ലാം സമീപഭാവിയിൽ എല്ലാ രാജ്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു മാരകമായ ഒരു കാര്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. ശരിക്കും ഈ സുഡാനിലെ പിന്നെ ഈ കൊല്ലലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പല രാജ്യങ്ങളിലും കൊലപാതകങ്ങൾ ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ സുഡാനിലെ അക്രമകാരികൾ ചെയ്യുന്നത് ബലാത്സംഗം ചെയ്യുക എന്ന് പറയുന്നത് 1 വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ വായിച്ചു. 1 വയസ്സുള്ള കുട്ടികൾ 6 പേരെയാണ് ബലാത്സംഗം ചെയ്തതായിട്ട് ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതേപോലെ കൗമാര പ്രായക്കാരായ പെൺകുട്ടികളെയെല്ലാം ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുന്നു. പക്ഷേ ഇവരൊരു ഓർത്തഡോക്സ് മെൻറ്റാലിറ്റി ആയതുകൊണ്ട് തന്നെ ഇതൊന്നും പുറത്തേക്ക് പറയാൻ അവർ മടിക്കുകയാണ്. പക്ഷേ പറഞ്ഞത് തന്നെ ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. അപ്പോൾ പറയാത്തത് എത്ര ഭീകരമായിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഒരു കരുണയുമില്ല. ജോൺ നേരത്തെ പറഞ്ഞത് കൊല്ലുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ജോലിയായി മാറിയിരിക്കുകയാണ്. കൊല്ലുന്നതിന് മുമ്പ് എങ്ങനെ കൊല്ലണം എന്നുള്ളത് തീരുമാനിക്കുന്നതും അവർ തന്നെയാണ്. അത്രയും ഭീകരമായ രീതിയാണ് സുഡാനിൽ നടക്കുന്നത്. ഇപ്പം സുഡാനിൽ നടക്കുന്നത് വംശഹത്യ എന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരി അവിടുത്തെ ആളുകൾക്ക് അതൊരിക്കലും നിർത്താൻ കഴിയില്ല. അല്ലെങ്കിൽ അവിടെയുള്ള ഗവൺമെന്റിന് അതൊരിക്കലും പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. കാരണം ഇതിന് ഫണ്ട് ചെയ്യുന്നതും ഇതിന് പിൻബലം കൊടുക്കുന്നതും മറ്റ് ലോകരാജ്യങ്ങൾ തന്നെയാണ്. അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ സ്വർണ്ണ ഖനികൾ സ്വന്തമാക്കുക, അതുവഴി അവരുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ്. അതില് അവരൊരിക്കലും പുറകോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. അവിടെ സുഡാനിൽ സമാധാനം വരണമെങ്കിൽ ഈ പറഞ്ഞ ഇവർക്ക് വേണ്ടി നിൽക്കുന്ന, അവർക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്ന ഈ ലോകരാജ്യങ്ങൾ തന്നെ, അല്ലെങ്കിൽ മുന്നോട്ട് നിൽക്കുന്ന സാമ്പത്തിക ശേഷി ഹൈ ആയി നിൽക്കുന്ന രാജ്യങ്ങൾ അതിൽ നിന്ന് പിന്മാറുക തന്നെ വേണം. തീർച്ചയായും നമുക്ക് സമാധാനം എന്ന് പറയുന്നത് തന്നെയാണ് ലോകത്ത് വരേണ്ടത്. ഇങ്ങനെ കൊല്ലലിൻ്റെയും കൊലപാതകത്തിൻ്റെയും ഒക്കെ വാർത്തകൾ നിരന്തരം വന്നു കഴിയുമ്പോൾ ലോകത്ത് സമാധാനം എന്ന് പുനഃസ്ഥാപിക്കപ്പെടും എന്ന വല്ലാത്തൊരു ആശങ്ക തന്നെയാണ് വരുന്നത്. വിദേശത്തു നിന്നും വന്ന ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു വാർത്ത തന്നെയാണ് സുഡാനിലെ കൂട്ട കൊലപാതകങ്ങളുടെ കഥകൾ, വാർത്തകൾ. മരിയയിലേക്കാണ്. മരിയ, എന്താണ് കഴിഞ്ഞ ആഴ്ചയിൽ മരിയയെ സ്പർശിച്ച വാർത്ത? നമ്മൾ ലോകരാജ്യങ്ങളിലെ സമാധാനത്തിന്റെ കാര്യങ്ങളും അവിടുത്തെ കൊലപാതകങ്ങളും ഒക്കെ സംസാരിച്ചു. നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിൽ നടക്കുന്നത് എന്താ പറയാ, വേറിട്ട കഥയൊന്നുമല്ല. ഞാൻ പണ്ട് സ്കൂളുകളിലും അല്ലെങ്കിൽ കോളേജിലും പഠിച്ചിരുന്ന കാലത്ത് വളരെ പ്രാബല്യത്തിൽ കേട്ടു വന്നിരുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം നിലനിൽക്കുന്ന, വളരെ മറ്റുള്ള മതങ്ങളെ വളരെ എന്താ പറയാ ഊഷ്മളതയോടെ സ്വീകരിക്കാൻ കഴിവുള്ള, അതിഥി ദേവോ ഭവ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു രാജ്യമാണ്, അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണെന്നാണ്. എന്നാൽ ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വാക്യങ്ങളൊന്നും അധികം മുഴങ്ങി കേൾക്കുന്നില്ല. പക്ഷെ അതിന് പകരം നമ്മൾ കേൾക്കുന്നത് മതപരിവർത്തനം, അല്ലെങ്കിൽ എന്താ പറയാ ഹിന്ദുത്വ അജണ്ട, അല്ലെങ്കിൽ മത തീവ്രവാദം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അടുത്തൊരു വാർത്ത എന്നുള്ളോളം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചായിരുന്നു, ഒരു CSI വൈദികനെ മതപരിവർത്തന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു.
അതുപോലെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ മധ്യപ്രദേശിലെ സെന്റ് ജോസഫ് എന്ന് പറയുന്ന സെമിനാരിയിൽ ബജ്രംഗ് ദൾ നേതാക്കളും പോലീസും ഒത്തുചേർന്നിട്ടാണ് അവിടെ അതിക്രമിച്ചു കയറി ഇവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെ അതിക്രമിച്ചു കയറി 3 മണിക്കൂറോളമാണ് അവിടെ പരിശോധന നടത്തിയത്. പക്ഷെ അവർക്ക് തെളിവുകളൊന്നും ലഭിച്ചില്ല. പത്രം ചാനലുകളൊക്കെ വന്ന് റിപ്പോർട്ടുകൾ തേടിയപ്പോൾ പോലീസുകാർ പറഞ്ഞു ഞങ്ങൾക്ക് തെളിവുകളൊന്നും ലഭിച്ചില്ല ഇവിടെ മതപരിവർത്തനം നടത്തുന്നതായിട്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു? പിന്നെ വ്യക്തമായിട്ടുള്ള അവർക്ക് എന്താ പറയാ വിദ്യാഭ്യാസം എന്ന് പറയും. നമ്മളെ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നടത്തുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. സ്കൂളുകൾ പോലെയുള്ള അല്ലെങ്കിൽ അവരുടെ സെമിനാറുകൾ പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമുക്ക് അവിടെ ഉള്ളത്. എന്തുകൊണ്ട് ഈ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ അതിനിറങ്ങിത്തിരിക്കുന്ന വൈദികരെ, സന്യസ്തരെ ഇത്തരത്തിൽ ബജറംഗ് ദൾ പോലെയുള്ള പാർട്ടികൾ എയിം ചെയ്യുന്നു? അവർക്ക് ഒറ്റ അജണ്ടയുള്ളൂ, വിദ്യാഭ്യാസം എന്നുള്ളത് അവിടെ ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല. വിദ്യാഭ്യാസം വന്നാൽ എന്ത് സംഭവിക്കും? ജാതീയത ഇല്ലാതാകും. ജാതി മത വേർതിരിവ് എന്നൊരു സാധനം മനുഷ്യരുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകും. അപ്പൊ അവർക്ക് അവിടെ ഭരിക്കാൻ പറ്റില്ല. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള അവരുടെ ആ ഒരു അജണ്ട അവിടെ നടക്കില്ല. അപ്പൊ വിദ്യാഭ്യാസം എന്നത് ഒരിക്കലും അവർക്ക് ലഭിക്കാൻ പാടില്ല. പിന്നെ അവർക്ക് അവരുടെ മനുഷ്യർക്ക് മനുഷ്യരുടെ അവകാശം എന്നുള്ളത് തിരിച്ചറിയാൻ പാടില്ല. അത് മണ്ണിൽ കുഴിച്ചു മൂടപ്പെടണം. നീ വിജാതീയനാണ് അല്ലെങ്കിൽ നീ താഴ്ന്ന ജാതിക്കാരനാണെന്നുള്ള ആ ഒരു ബോധ്യം അവരിൽ അടിച്ചമർന്ന് തന്നെ കിടക്കണം. നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട ജാതിയിൽപ്പെട്ട മനുഷ്യനാണ്, നീ എന്നെ ചോദ്യം ചെയ്യാറായിട്ടില്ല. വിദ്യാഭ്യാസം വന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? നമുക്ക് അനീതി സംഭവിക്കുമ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെടലുണ്ടാവും. എന്തുകൊണ്ട് കേരളം ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു? നമ്മുടെ വിദ്യാഭ്യാസം തന്നെയാണ്. വിദ്യാഭ്യാസം ഒന്നുകൊണ്ട് മുന്നേറി വന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. നമ്മുടെ അയ്യങ്കാളി പോലെയുള്ള, ചാവറേച്ചൻ പോലെയുള്ള നേതാക്കൾ നമുക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പൊരുതിയ ആ ഒരു പോരാട്ടം തന്നെയാണ് നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ ക്രിസ്ത്യൻ സഭ വൈദികരും സന്യസ്തരും അവിടെ ചെയ്യുന്നത്. പക്ഷെ അതൊന്നും അവിടെ നടക്കരുത് എന്ന് പറയുന്ന വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയും അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ വളരാൻ പാടില്ല. അതിനാണ് മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു വലിയ കുറ്റം തന്നെ. ഇപ്പോൾ നമുക്ക് അറിയാം IPC മാറി BNS വന്നു. അതിൽ മതപരിവർത്തനത്തിന്റെ ക്ലോസ് എന്തൊക്കെയാന്ന് പലർക്കും അറിയുക പോലും ഇല്ല. പോലീസ് വന്ന് നമ്മളെ അടുത്ത് പറയുമ്പോഴാണ് ഓക്കെ BNSൽ ഇങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്, മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പോലും മനസ്സിലായി. കാരണം പലർക്കും അതിനെക്കുറിച്ചുള്ള അറിവ് പോലും വ്യക്തത വന്നിട്ടില്ല. ഇപ്പോഴും BNSൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്ന് പലർക്കും അറിവ് പോലും ഇല്ല. അപ്പോൾ അതുപോലെ മതപരിവർത്തനം എന്ന് പറയുന്ന രാജ്യദ്രോഹ കുറ്റം പോലെയുള്ള കുറ്റങ്ങളാക്കി ചുമത്തിയിട്ടാണ് പലരെയും അറസ്റ്റ് ചെയ്യുന്നതും പലരും ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നതും. ഇത് വലിയൊരു ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു രാജ്യദ്രോഹം തന്നെയാണ്. കാരണം നമുക്ക് ഒരു മനുഷ്യന് ബേസിക് ആയിട്ടുള്ള വേണ്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസം. അത് നിഷേധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിവുണ്ടാകാതിരിക്കണം, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാവരുത് എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ഒരു മനുഷ്യനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ്. അവന്റെ അവകാശങ്ങളെ നിഷേധിക്കുക. അതുപോലെ ഉള്ളൊരു അവന്റെ ഒരു അവകാശമാണ് റിലീജിയസ് ഫ്രീഡം. അതും ഇവിടെ തകർക്കപ്പെടുകയാണ്. ഞാൻ ക്രിസ്ത്യാനി ആയെന്നുള്ളത് കൊണ്ട് എനിക്ക് ഇതിനൊന്നും അവകാശമില്ല, അവിടെ പ്രവർത്തിക്കാൻ അവകാശമില്ല. ഛത്തീസ്ഗഡിലെ പല ഗ്രാമങ്ങളിലും വൈദികർക്ക് കടക്കാൻ പോലും ഇപ്പൊ അവകാശമില്ല. അവർക്ക് നിരോധിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടുത്തെ നേതാക്കളും. അതായത് പറഞ്ഞു വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വിദ്യാഭ്യാസം കൊടുക്കുക അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ആളുകളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അച്ഛന്മാരെ, വൈദികരെ, ഇതെല്ലാം മതപരിവർത്തനമാണ് എന്ന് ആരോപിച്ച് പിടിച്ചുകൊണ്ടുപോയി ജയിലിലങ്ങ് ഇടുക. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറെ അടിമകൾ എല്ലാ കാലത്തും അടിമകളായി തന്നെ നിൽക്കും എന്നൊരു ചിന്താഗതി ആയിരിക്കും അല്ലേ? പ്രത്യേകിച്ചും ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ സഞ്ചരിച്ചാൽ അറിയാൻ പറ്റും, മലയാളികളോട് ഓൾറെഡി ഒരു ഡൗൺ ഫീലിംഗ് ഉണ്ട്. കാരണം നമ്മൾ സ്വതന്ത്രമായി അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പരിഷ്കരണത്തിലൂടെ വളർന്നു വന്നൊരു തലമുറയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും വിപ്ലവത്തിൻ്റെ കാര്യത്തിലായാലും നമ്മൾ ലോകത്തിന് മുഴുവൻ മാതൃകയായ നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. വളരെ എന്താ പറയുക, ദീർഘദർശികളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മുടെ വിദ്യാഭ്യാസത്തിന് എപ്പോഴും ഉണ്ട്. പിന്നെ അത് തന്നെയല്ല, ക്രിസ്ത്യൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രാജ്യത്തുടനീളം അത്രയും റെസ്പെക്റ്റോടുകൂടി കാണുന്നതാണ്. ഇപ്പം നമുക്ക് കേരളത്തിൽ തന്നെ ചോദിച്ചാൽ അറിയാം, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ചോദിച്ചാൽ അത് കോൺവെൻറ്റ് സ്കൂളാണ്, അവിടേക്ക് ആൾക്കാർ വിടാൻ അത്രയും എന്താ പറയുക മനസ്സുകൊണ്ട് എവറിത്തിങ് ഈസ് ഗുഡ്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് മൊത്തം പബ്ലിക്കിനുണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം കൊണ്ടാണ്, അതല്ലാതെ നമ്മൾ മതപരിവർത്തനം ചെയ്യുന്നത് കൊണ്ടല്ല.
ഇത് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ, ലോകത്ത് മുഴുവനുള്ള ആൾക്കാർക്ക് ഇന്ത്യയിലല്ല വിദേശത്തായാലും അവർക്ക് അറിയുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇന്ത്യയിലൊരു വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ ആതുര സേവനത്തിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ ക്രിസ്ത്യൻസിനെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. മദർ തെരേസ തുടങ്ങി ഇങ്ങോട്ട് വന്ന് ചാവറയച്ചൻ, മദർ തെരേസ, നമുക്ക് ഇന്ത്യ മുഴുവൻ എടുത്താൽ ക്രിസ്ത്യൻസ് കൊടുത്ത വിദ്യാഭ്യാസവും ക്രിസ്ത്യൻസ് കൊടുത്ത ആതുര സേവനവും അല്ലാതെ നമ്മൾക്ക് പറയാൻ എന്തുണ്ട്? നമ്മൾക്ക് അഭിമാനിക്കാൻ, ലോകത്തിന് മുമ്പിൽ വയ്ക്കാൻ വേറെ ഒന്നുമില്ല. അത് മറ്റുള്ളവർക്കറിയാം. അപ്പോൾ ആ ഒരു ലെഗസിയെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെ ബ്രേക്ക് ചെയ്യുക, അത് വലുതാവുക, പേടിപ്പിക്കുക, അതാണ് കാര്യം. പക്ഷെ നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ഒരു ലെഗസി എടുത്ത് നോക്കിയാൽ അവർക്കറിയാത്തത് കൊണ്ടാണ്. നമ്മൾ ഇതിനു മുമ്പും മദർ തെരേസയുടെ കഥകളൊക്കെ വായിക്കുമ്പോൾ അറിയാം, ഒരു കുട്ടിയെ കൊണ്ട് ചെല്ലുമ്പോൾ മാർവാടി അവരുടെ കയ്യിൽ തുപ്പുവാണ്. അപ്പോൾ അവർ ആ ടവലെടുത്ത് തുടച്ചിട്ട് മാർവാടിയോട് പറയുന്നുണ്ട്, എനിക്കുള്ളത് നിങ്ങൾ തന്നു, ഇനി ഈ കുഞ്ഞിനുള്ളത് തരാനാണ് പറയുന്നത്. അവിടെയാണ് പരിവർത്തനം ഉണ്ടാവുന്നത്. മദർ തെരേസ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ആകെ ആവശ്യം സ്നേഹം മതി, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകം കീഴടക്കാം. അത് ക്രിസ്ത്യൻസിൻ്റെ നേതൃനിരയിലുള്ളവരൊന്നും പറഞ്ഞതുകൊണ്ട് വന്നതല്ല, അവരുടെ ജീവിതം കൊണ്ട് അവർ കാണിച്ചു തന്നതാണ്. അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ തരണം ചെയ്ത് തന്നെയാണ് നമ്മൾ ആതുര സേവനങ്ങൾ സാധാരണക്കാർക്ക് കൊടുത്തതും വിദ്യാഭ്യാസം കൊടുത്തതും. അത് തന്നെയാണ് ഇന്ത്യയെ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ വെന്നിക്കൊടി പാറിക്കാൻ സഹായിച്ചിട്ടുള്ളതും. അതൊന്നും ആർക്കും ഒരു സുപ്രഭാതം കൊണ്ട് മായ്ച്ചു കളയാൻ പറ്റിയതോ ഒന്നുമല്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ വ്യാപകം, ഇപ്പം നമുക്ക് നോർത്ത് ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല, ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ നമ്മുടെ കേരളത്തിലും ഇതെല്ലാം നടക്കുന്നുണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുണ്ട്. പിന്നെ ഒരു സാമൂഹ്യ പശ്ചാത്തലം കൊണ്ട് മാത്രം അത് പുറത്തേക്ക് വളരെ കുറച്ചായിട്ട് വരുന്നതേ ഉള്ളൂ. അതല്ലാതെ നോർത്ത് ഇന്ത്യ പോലെയുള്ള, നോർത്ത് ഇന്ത്യ എന്ന് തന്നെ പറയാൻ പറ്റില്ല, ഓൾ ഓവർ ഇന്ത്യയിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയും ക്രൈസ്തവ ആതുരാലയങ്ങൾക്ക് നേരെയും അനാഥാലയങ്ങൾക്ക് നേരെയും ശിശു ഭവനങ്ങൾക്ക് നേരെയും സന്യസ്തർക്ക് നേരെയും വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും CSI വൈദികനായ ഗോഡ്വിൻ, ഫാദർ ഗോഡ്വിൻ, അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. FIR നോക്കിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ പേരില്ല. കോടതി ചോദിച്ചു, ഇതിപ്പോൾ ആരാ കുറ്റം ചെയ്ത ആരാ പേരൊന്നുമില്ലല്ലോ. അപ്പോൾ പേരൊന്നുമില്ല, എവിടെ നിന്നൊക്കെയോ കുറേ കാര്യങ്ങൾ കേട്ടു, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പുള്ളിക്കാരനെ പിടിച്ച് ജയിലിട്ടതാണ്. കോടതി പറഞ്ഞു ജാമ്യം കൊടുത്തേക്ക്, ജാമ്യം കൊടുത്തു. ഇതാണ് ഒരവസ്ഥ. കാരണം പേര് പോലും എഴുതാൻ പറ്റുന്ന ഒരു തെളിവില്ലാതെ തന്നെ നമ്മളുടെ വൈദികരെയും സന്യസ്തരെയും ഒക്കെ പിടിച്ചുകൊണ്ടുപോയി തുറങ്കൽ അടയ്ക്കുക എന്ന് പറയുന്ന ഒരു രീതി ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് അല്ലേ? അതെ, അതിനൊരു വളരെ പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് സ്റ്റാൻ സാം എന്നൊരു വൈദികൻ. അപ്പോൾ തമിഴ്നാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമൊക്കെ. അപ്പോൾ ജാർഖണ്ഡിലാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മിനിസ്ട്രി നടന്നിരുന്നത്. അവിടെയുള്ള ഈ തൊഴിലാളികളെ, പ്രത്യേകിച്ച് ഈ പറയുന്ന വളരെ താഴെ കിടന്ന തൊഴിലാളികളൊക്കെ ഒരുമിച്ച് ചേർത്ത് അവർക്ക് വിദ്യാഭ്യാസം നൽകുക, അല്ലെങ്കിൽ അവരെ സമുദ്ധരിക്കുക, പ്രബുദ്ധരാക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ അവിടുത്തെ ആ കാലത്ത് ഇപ്പോഴും ഉണ്ട് ആ ജന്മിമാരൊക്കെ. ആ ജന്മിമാരുടെ അവരുടെ ഒരു ദുഷ്ടമനസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പറയുന്ന വൈദികനെ ഈ പറയുന്ന മാവോയിസ്റ്റായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് ജയിലടയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഈ ജന്മിമാരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമ്മൾ വ്യക്തമാണ് അവിടെ. എന്തായിരുന്നു അത്? ഈ പറയുന്ന താഴേക്കുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം നൽകരുത്, അവരെ സമുദ്ധരിക്കരുത്. അങ്ങനെ സമുദ്രിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ജന്മിമാരുടെ അവിടെ പരിപ്പ് അവിടെ വേവില്ല. അതാണ്. എന്തായാലും രാജ്യത്ത് ഉടനീളം ഇങ്ങനെ ക്രൈസ്തവ മിഷണറിമാർക്ക് എതിരെ നടക്കുന്ന അതിക്രമങ്ങളൊക്കെ അവസാനിപ്പിക്കുക തന്നെ വേണം. കാരണം ഓരോ ദിവസവും വരുന്ന വാർത്തകൾ എല്ലാം തന്നെ നമ്മളെ വളരെയധികം ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. സമാധാനം നാട്ടിൽ ഉണ്ടാകട്ടെ. എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഈ ആഴ്ച ഏറ്റവും കൂടുതൽ സ്പർശിച്ചൊരു വാർത്ത എന്ന് പറയുന്നത്, നമുക്കറിയാം ശ്രീകുട്ടിയെ പെട്ടെന്നൊന്നും അങ്ങനെ കേരള ജനതയെ മറക്കാൻ കഴിയില്ല. വർക്കലയിൽ വെച്ച് ഒരാൾ ട്രെയിനിൽ നിന്നും ചവിട്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് പുറത്തേക്കിട്ട ശ്രീകുട്ടിയും ശ്രീകുട്ടിയുടെ സുഹൃത്തും കൂടി ആലുവയിൽ നിന്നാണ് കേരള എക്സ്പ്രസ്സിൽ കയറുന്നത്. അങ്ങനെ അവർ യാത്ര ചെയ്യുകയാണ്. വർക്കല എത്തിക്കഴിഞ്ഞപ്പോഴാണ് മദ്യപാനിയായ അല്ലെങ്കിൽ മദ്യപിച്ച ഒരു വ്യക്തി ഈ കുട്ടിയെ ചവിട്ടി തള്ളി പുറത്തേക്ക് ഇടുന്നത്. അവിടെ ചുറ്റും കാട് പിടിച്ച ഒരു പ്രദേശമായിരുന്നു. കൂടെയുണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടിയെയും ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ കൂടെയുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം വളരെ സാഹസികമായി തന്നെ പിടിച്ച് കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെ ട്രെയിനിലേക്ക് കയറ്റുകയും ഈ അക്രമിയായ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ മകളെ ഞാൻ കണ്ടു, അവൾ പാതി തുറന്ന കണ്ണുകളുമായിട്ട് കിടക്കുകയാണ്. ഞാൻ തൊട്ടു നോക്കി, അവൾക്ക് ഐസിനേക്കാൾ തണുപ്പാണ്, മരിച്ചില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു. എനിക്കെൻ്റെ മകളെ നിങ്ങൾ തിരിച്ചു തരണം.
കണ്ണീരോടുകൂടി അമ്മ പറയുകയാണ് ആ അമ്മ ജീവിക്കുന്നത് ആ മകൾക്ക് വേണ്ടി മാത്രമാണ്. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്ര ക്രൂരമായ ആക്രമണത്തിന് വിധേയയായി അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. കാരണം നമ്മളെല്ലാവരും ട്രെയിൻ യാത്രയൊക്കെ പോകുന്നതാണ്. പലപ്പോഴും എല്ലാ ആഴ്ചകളിലും എന്ന രീതിയിൽ തന്നെ ട്രെയിൻ യാത്രയിൽ പോകുന്ന ആൾക്കാരാണ് പലരും. ഇതേപോലുള്ള അതിക്രമങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിച്ച് യാത്ര ചെയ്യും എന്നുള്ളൊരു ചോദ്യവും കേരള മനസ്സാക്ഷിയുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ട്രെയിനുകളിലെ സുരക്ഷ ഓരോ പ്രാവശ്യം ഓരോ അപകടം ഉണ്ടായി കഴിയുമ്പോഴും വനിതാ പോലീസുകാരെ നിയമിക്കുന്നു, അല്ലെങ്കിൽ പോലീസുകാർ ചെക്കിങ്ങിന് വരുന്നു. ഇത് സ്ഥിരമായി ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. തുടരെ വീണ്ടും അക്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. അപ്പം പബ്ലിക് ആയിട്ടുള്ള പുകവലി ശിക്ഷാർഹമാണ്. നമ്മൾക്കറിയാം, ഒരു ട്രെയിനിൽ കയറിയിരുന്ന സ്ഥിരമായി പുകവലിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ബാത്റൂമിൽ കയറുന്നത് തന്നെ പുകവലിക്കാനാണ്. ഈ പുകവലിക്കൊരു പ്രശ്നമുണ്ട്. ഈ പുകവലിക്കുന്നത് ബാത്റൂമിൽ നിന്നാണെങ്കിലും സ്മെല്ല് വരിക വെളിയിലേക്ക് തന്നെയാണ്. അപ്പോൾ എൻ്റെ അറിവിൽ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ആ കുട്ടി ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. പുകവലിച്ചതിനെ ചോദ്യം ചെയ്തതുകൊണ്ട് അയാൾ മദ്യപിക്കുകയും കൂടിയും ചെയ്തിരുന്നുകൊണ്ട് പെട്ടെന്ന് അഗ്രസീവ് ആവുകയും ചവിട്ടി താഴെയിടുകയും ചെയ്തു എന്നുള്ളതാണ് അയാളുടെ ഭാഷ്യം. അങ്ങനെയാണെന്നാണ് റിപ്പോർട്ടുകൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ ചിന്തിക്കേണ്ടത് 2010 ഉണ്ടായ ഒരു സംഭവമാണ് സൗമ്യ കൊലപാതകം. അത് നമുക്കറിയാലോ, അത് നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. സൗമ്യയുടെ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇനി എൻ്റെ മകളെ പോലെ മറ്റൊരു സൗമ്യം ഉണ്ടാകരുത്. എവിടെയാണ് പോലീസ് സേന? രക്ഷിത എന്ന് പറയുന്ന പുതിയൊരു പദ്ധതിയൊക്കെ വന്നിട്ടുണ്ട്. അതായത് ട്രെയിൻ യാത്രക്കാരെ എല്ലാം പരിശോധിക്കുന്ന ഒരു പദ്ധതിയാണ്. അതെ, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ നാടിന് ഒരു നന്മയുണ്ടാവുകയുള്ളൂ. കാരണം അത് ഭരണാധികാരികൾ ചെയ്യട്ടെ, അത് പോലീസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറിയിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ നാട് നന്നാവുകയില്ല. നമ്മൾ ഓരോരുത്തരും മുന്നോട്ടിറങ്ങിയും നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ രാജ്യത്തിന് വേണ്ടി, നാടിന് വേണ്ടി ചെയ്താൽ മാത്രമേ വികസിത ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നാട് എന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് വരാൻ പറ്റൂ. ഞാനൊരു കഥ പറയാം. ആ രാജ്യത്തെ രാജാവ് തൻ്റെ പ്രജകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ക്ഷേമം എങ്ങനെയാണ്, അവർ തന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നൊക്കെ അറിയാൻ അതീവമായ ഒരു താല്പര്യമുണ്ടായിരുന്നു, ഒരു കൗതുകമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഈ രാജാവ് വേഷപ്രചന്നനായി പുറത്തേക്കിറങ്ങി. അങ്ങനെ നാടിലൂടെ നടന്നു നീങ്ങി. അവിടെ നിരവധി ആളുകളെ കണ്ടു. ഇദ്ദേഹം ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിലായതുകൊണ്ട് തന്നെ പല ആളുകളും ഇദ്ദേഹത്തെ പരിഹസിക്കുകയും രാജാവാണെന്ന് തിരിച്ചറിയാതെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു നേരം നടന്ന് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ രാജാവ് പാതയിലേക്ക് ആരും കാണാതെ വലിയൊരു പാറക്കഷ്ണം ഉരുട്ടിവെച്ചു. നിരവധി ആളുകൾ ആ പാതയിലൂടെ നടന്നു വന്നുകൊണ്ടേയിരുന്നു. പല ആൾക്കാരും ആ പാറയുടെ മുകളിലൂടെ കയറിപ്പോയി, ചില ആളുകൾ സൈഡിലൂടെ പോയി, ചില ആൾക്കാർ തിരിഞ്ഞു നോക്കി മാത്രം പോയി. അങ്ങനെ നിരവധി ആളുകൾ കടന്നുപോയി. ഈ സമയത്താണ് അതിലൂടെ ഒരു ഉന്തുവണ്ടിയും വലിച്ചുകൊണ്ട് വൃദ്ധനായ ഒരു മനുഷ്യൻ വന്നത്. അദ്ദേഹം ആ പാറയുടെ അടുത്തെത്തി നിന്നു. പാറ ചുറ്റുമൊന്ന് നോക്കി. അതിനുശേഷം സാവധാനം ഈ പാറക്കല്ല് തള്ളി നീക്കാൻ തുടങ്ങി. പല തവണ ആവർത്തിച്ചു. പക്ഷേ അപ്പോഴെല്ലാം പരാജയം സംഭവിക്കുകയായിരുന്നു. പക്ഷേ ഒടുവിൽ അയാൾ വിജയിക്കുക തന്നെ ചെയ്തു. പാറക്കല്ല് അനായാസം തള്ളി റോഡിൻ്റെ ഒരു വശത്തേക്ക് നീക്കി വെച്ചു. അതിനുശേഷം അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പാറയുടെ അടിയിലായി ഒരു എഴുത്തിരിക്കുന്നു. അവിടെ ചെറിയൊരു കിഴിയും ഇരിക്കുന്നു. ആ എഴുത്തെടുത്ത് അയാൾ വായിച്ചു. നിങ്ങൾ മാത്രമാണ് ഇത് ചെയ്തത്. നിങ്ങൾ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കുള്ളതാണ് ഈ സമ്മാനം. അതിനുശേഷം രാജാവ് തൻ്റെ പേരും എഴുതി വെച്ചിരുന്നു ആ കുറിപ്പിൽ. അദ്ദേഹത്തിന് വളരെയേറെ സന്തോഷമായി. പലപ്പോഴും നമ്മളും ഇങ്ങനെ തന്നെയാണ്. പല പ്രതിസന്ധികളും നമ്മളുടെ മുന്നിലുണ്ടാകും. അതെല്ലാം ചാടിക്കടന്നൊക്കെ എങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് വിചാരിക്കും. നമ്മുടെ നാടിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥർ അവർ വന്ന് ചെയ്യട്ടെ എന്ന് കണക്കാക്കും. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ നാടിനും നമുക്കും നമ്മുടെ കുടുംബത്തിനും സമാധാനവും സന്തോഷവും ഉയർച്ചയും ഉണ്ടാകും. ഈ ആഴ്ചയിലെ ചെങ്കിൽ തട്ടിയ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.